പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും മമത കാട്ടാത്ത മണ്ഡലമാണ് പാറശാല. എങ്കിലും കഴിഞ്ഞ 2 തവണ തുടർച്ചയായി വിജയം നേടിയത് LDFന്റെ CK ഹരീന്ദ്രനാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ നിലനിർത്തുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തെളിഞ്ഞ ഭരണവിരുദ്ധ വികാരവും അടിത്തട്ടിൽ സംഘടനാ ശക്തി മെച്ചപ്പെടുത്തിയതുമാണ് UDFന്റെ പ്രതീക്ഷ കൂട്ടുന്നത്. കഴിഞ്ഞ തവണ വോട്ട് വിഹിതം കുറഞ്ഞതിന്റെ ക്ഷീണം ഇക്കുറി മാറ്റുകയാണ് BJPയുടെ മുഖ്യ ലക്ഷ്യം. ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി റിബലുകളെ ജയിപ്പിക്കാനും പാറശാലക്കാർക്ക് മടിയില്ല. കുഞ്ഞൻ നാടാരും കുഞ്ഞികൃഷ്ണൻ നാടാരും സുന്ദരൻ നാടാരും ഒക്കെ ഒറ്റയ്ക്ക് പോരാടി വിജയിച്ചതും അതുകൊണ്ടാണ്. പാറശാലക്കാരെ പ്രവചിക്കുക എളുപ്പമല്ലെന്ന് ചുരുക്കം. ഭരണവിരുദ്ധ വികാരവും പ്രാദേശിക പ്രശ്നങ്ങളും ആയുധമാക്കി അതിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കാൻ KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും മുൻ DCC പ്രസിഡന്റുമായ നെയ്യാറ്റിങ്കര സനൽ UDFനു വേണ്ടി മത്സര രംഗത്ത് സജീവമായുണ്ട്. പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ ശക്തമാണെന്നാണ് UDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മലയോര ഹൈവേ, കുമ്പിച്ചൽ കടവ് പാലം നിർമ്മാണം, പാറശാല താലൂക്ക് ആശുപത്രിയുടെ വികസനം, മെച്ചപ്പെടുത്തിയ ഒട്ടേറെ റോഡുകൾ തുടങ്ങിയ നേട്ടങ്ങളാണ് വോട്ടർമാർക്ക് മുന്നിൽ ഹരീന്ദ്രൻ വയ്ക്കുന്നത്. എന്നാൽ കരമന കളിയിക്കാവിള പാതയുടെ വികസനത്തിനായി ഒന്നും ചെയ്യാനാകാത്തതിൽ ഹരീന്ദ്രനെ കുറ്റം പറയുന്നവരുമുണ്ട്. പാറശാലയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതീവ സങ്കീർണമാണ്. ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ UDFന് കരുത്താകുമ്പോൾ ഹിന്ദു നാടാർ വോട്ടുകൾ പിടിക്കാൻ LDFും BJPയും കിണഞ്ഞു ശ്രമിക്കുന്നു. കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിന്നെങ്കിലും ഭൂരിപക്ഷത്തിലെ കുറവ് മത്സരത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ മണ്ഡലത്തിൽ വേരോട്ടമുണ്ടാക്കാൻ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാറും രംഗത്തുണ്ട്. എങ്കിലും സർക്കാരിനെതിരായ ജനരോക്ഷവും താഴെത്തട്ടിലെ മികച്ച സംഘടനാ പ്രവർത്തനവും തുണയാക്കി പാറശാലയിൽ ഇത്തവണ വിജയഗാഥ രചിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ UDFലെ AT ജോർജ് LDFലെ ആനാവൂർ നാഗപ്പനോട് ജയിച്ചത് 505 വോട്ടുകൾക്കായിരുന്നു. 2016 ജോർജിനെ 18,566 വോട്ടുകൾക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFലെ അൻസജിത റസലിനെ 25,828 വോട്ടുകൾക്കും LDFലെ CK ഹരീന്ദ്രൻ പരാജയപ്പെടുത്തി. മണ്ഡല പുനർനിർണയത്തിന് ശേഷം തീരദേശങ്ങളെ കൈവിട്ട് 9 പഞ്ചായത്തുകളായി ചുരുങ്ങിയ പാറശാലയിൽ നാടാർ സമുദായത്തിന്റെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടുകളാണ് എക്കാലത്തെയും ജനവിധി നിർണയിക്കുന്ന പ്രധാന ഘടകം. 2021 തെരഞ്ഞെടുപ്പിൽ CK ഹരീന്ദ്രൻ വിജയിച്ചത് 25,828 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 70,548 വോട്ടുകളാണ് ഹരീന്ദ്രൻ നേടിയത്. UDF സ്ഥാനാർത്ഥി RK അൻസജിത റസലിന് ലഭിച്ചത് 52,720 വോട്ടുകൾ. NDA സ്ഥാനാർത്ഥി കരമന ജയന് ലഭിച്ചത് 29,850 വോട്ടുകൾ. അതിർത്തിയിലെ സങ്കീർണമായ രാഷ്ട്രീയവും പാരിസ്ഥിതിക ആശങ്കകളും ഇഴചേർന്ന മണ്ഡലമാണ് പാറശാല. ജനങ്ങളുടെ ജീവനോപാധികളും പ്രകൃതിയും സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുന്നവർക്കായിരിക്കും വോട്ടർമാർ മുൻഗണന നൽകുക.